കണ്ണൂർ ഡിപ്പോയിൽ യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കി KSRTC. ഓൺലൈൻ വഴി ടിക്കറ്റ് എടുത്തവർക്ക് പോകാൻ ബസ്സില്ലാതെ ഡിപ്പോയിൽ കുടുങ്ങി. 7:15 തിരുവനന്തപുരത്തേക്ക് പുറപ്പെടേണ്ട സ്വിഫ്റ്റ് AC ബസ്സാണ് യാത്രക്കാർ ബുക്ക് ചെയ്തത്. ഇങ്ങനൊരു ബസ്സില്ലെന്ന് ഡിപ്പോയിൽ നിന്ന് പറഞ്ഞതായി യാത്രക്കാർ പറയുന്നു. സമയത്ത് പറഞ്ഞു സ്പെഷ്യലായിട്ടിടുന്ന വണ്ടിയാണ്, ആ വണ്ടി ഇവിടെ ഉണ്ടാവും, ഇവിടെ തന്നെ വരുമെന്ന് പറഞ്ഞു. 7:15 ടൈം കഴിഞ്ഞിട്ട് ചോദിച്ചപ്പോൾ ഇവർ പറയുന്നത് ഞങ്ങൾക്ക് ആ വണ്ടി അങ്ങനെ ഉള്ള വണ്ടി അറിയത്തില്ല, ഞങ്ങൾ ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇതുവരെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ നടക്കുന്നുണ്ട്, വേറെ വണ്ടി അറേഞ്ച് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതുവരെ അവരൊന്നും ചെയ്ത് തന്നിട്ടില്ല. ഇവിടെ വന്നിട്ട് ഇവർക്ക് ആർക്കും ഇങ്ങനെ ഒരു ബസ്സിനെ പറ്റി അറിയില്ല എന്ന് പറഞ്ഞത്. 7:15 ഇങ്ങനെ ഒരു വണ്ടിയുള്ള കാര്യം ഇവിടെ ആർക്കും അറിയില്ല എന്ന് പറയുന്നത്. അറേഞ്ച് ചെയ്തരാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 1.5 മണിക്കൂർ ഇതുവരെ വണ്ടി അറേഞ്ച് ചെയ്തിട്ടില്ല, നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ഇത് ചെയ്തിട്ടില്ല. ഞാൻ സ്വിഫ്റ്റിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഡയറക്റ്റ് ബുക്ക് ചെയ്തത്, വേറെ തേർഡ് പാർട്ടി അല്ല, ഡയറക്റ്റ് കേരള സ്വിഫ്റ്റിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ബുക്ക് ചെയ്തത്. ഈ സാധനം KSRTC വെബ്സൈറ്റിൽ നിന്ന് ബുക്ക് ചെയ്തത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ 7:15 വണ്ടി എവിടെയാണെന്ന് പോലും ഇവർക്ക് അറിയില്ല. അതിന് ട്രാക്ക് ചെയ്യാൻ ഒരു സംവിധാനവും ഇല്ല. ഇവര് തിരുവനന്തപുരത്തേക്ക് വിളിച്ചു. വിവരങ്ങളെ നമ്മളിപ്പോൾ നിഖിൽ അളവൂർ ചെയ്യുന്നുണ്ട്. നിഖിൽ, KSRTCയുടെ ഭാഗത്തു നിന്ന് വലിയൊരു പിഴവല്ലേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? കാരണം വീക്കെൻഡൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളും സ്ത്രീകളും ഒക്കെ അടക്കം തിരികെ അവരുടെ ജോലി സ്ഥലത്തേക്കോ അല്ലെങ്കിൽ പഠന സ്ഥലത്തേക്കോ ഒക്കെ പോകുന്ന ഒരു സമയമാണ്. വളരെ സുരക്ഷിതമായി പോകാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ ഇത്തരത്തിൽ ബുക്ക് ചെയ്തിട്ടൊക്കെ നമ്മൾ യാത്രയ്ക്കായി ഒരുങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം എന്താണ് സംഭവിച്ചത് ശരിക്കും? ഇത്തരത്തിൽ എന്താണ് സംഭവിച്ചത് എന്നത് KSRTC അധികൃതർ കൃത്യമായി വിശദീകരിക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്നുള്ളൊരു പരാതിയാണുള്ളത്. ഏതായാലും KSRTC സ്വിഫ്റ്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലുള്ള ഷെഡ്യൂൾ പ്രകാരമാണ് ഇന്ന് 7:15 കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു KSRTC ബസ് പുറപ്പെടേണ്ടിയിരുന്നത്. ഈ ബസ്സിനാണ് ഔദ്യോഗിക സൈറ്റ് വഴി തന്നെ 10ഓളം യാത്രക്കാർ കണ്ണൂരിൽ നിന്ന് കയറുന്നതിനായി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ഭാഗമായി ഏകദേശം 6:45 കൂടി തന്നെ ഈ യാത്രക്കാർ കണ്ണൂർ KSRTC ബസ് സ്റ്റാൻഡിൽ എത്തുകയും ചെയ്തു. എന്നാൽ ഈ 7:15 ബസ് വരാത്തതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ബസ് ഇല്ല എന്ന വിധത്തിലുള്ള ഒരു മറുപടി ഡിപ്പോയിൽ നിന്ന് ലഭിച്ചത് എന്നതാണ് യാത്രക്കാർ പറയുന്നത്. എന്നാൽ ഇതിൽ കൃത്യമായൊരു വിശദീകരണം നൽകാൻ കണ്ണൂർ ഡിപ്പോയിലുള്ളവരും തയ്യാറായിട്ടില്ല. അവർ പറയുന്നത് ഇങ്ങനെ ഒരു ബസ് ഉണ്ടെങ്കിൽ തന്നെ ഈ വെബ്സൈറ്റിൽ തന്നെ കാണിക്കുന്നത് അത് തിരുവനന്തപുരം ഡിപ്പോയുടെ ബസ്സാണ്, തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിൽ എത്തി വീണ്ടും തിരിച്ചു പോകുന്ന രീതിയിലാണ് അതിന്റെ സർവീസ് എന്നാണ് സ്വിഫ്റ്റിന്റെ വെബ്സൈറ്റിൽ കാണിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും നിലവിൽ അങ്ങനെ ഒരു ബസ് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ആ ബസ് എവിടെയാണ്, അതെപ്പോൾ കണ്ണൂർ എത്തും, ഇങ്ങനെയുള്ള ഒരു കാര്യവും KSRTCയുടെ കണ്ണൂർ ഡിപ്പോയിൽ നിന്ന് അറിയാൻ സാധിച്ചില്ല എന്നാണ് യാത്രക്കാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സൂചിപ്പിച്ചതുപോലെ പഠന സ്ഥലത്തേക്കും ജോലി സ്ഥലത്തേക്കും ഒക്കെയായി പോകുന്നത് ഈ 10 യാത്രക്കാരിൽ തന്നെ ഭൂരിഭാഗവും തിരുവനന്തപുരത്തേക്ക് നേരിട്ട് കണ്ണൂരിൽ നിന്ന് യാത്രയ്ക്ക് വേണ്ടി ബുക്ക് ചെയ്ത ആളുകളാണ്. അവർ വലിയ ബുദ്ധിമുട്ടിലാകുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇത്രയും വലിയ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴും ഈ യാത്രക്കാർക്ക് കൃത്യമായ ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചില്ല എന്ന കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 9:15 ഈ യാത്രക്കാരെ ഒരു സാധാരണ ബസ്സിൽ കോഴിക്കോടേക്ക് കയറ്റി വിട്ടിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് വോൾവോ ബസ്സിൽ ഉയർന്ന തുക ഉൾപ്പെടെ നൽകി ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാരാണ്. അവരെ കോഴിക്കോടേക്ക് ഇപ്പോൾ കയറ്റി വിട്ടിട്ടുണ്ട്. എന്നാൽ അവിടെ നിന്ന് അങ്ങോട്ട് തുടർന്നുള്ള യാത്രയുടെ കാര്യത്തിൽ വ്യക്തതയില്ല. അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന മിന്നൽ ബസ്സിൽ കയറ്റി വിടണം എന്ന രീതിയിലാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്.